ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ തംബ്നെയിൽ കണ്ട അതേ വിഷയം തന്നെ, അതായത് ചെടികളൊക്കെ ക്ലീൻ ചെയ്യുന്നത്, ലീവ്സ് ക്ലീൻ ചെയ്യാൻ ചില വീഡിയോസൊക്കെ കാണുമ്പോൾ ഇതുപോലെയൊക്കെ കാണിക്കണതാണല്ലേ. അവർ ഇൻഡോർ പ്ലാന്റ്സ് എടുത്തിട്ട് വാഷ് ചെയ്യുന്നു, ടിഷ്യൂ പേപ്പറൊക്കെ എന്തിലോ മുക്കിയിട്ട് എല്ലാവരും അടിഭാഗവും മേൽഭാഗവും ഒക്കെ തുടയ്ക്കുന്നതൊക്കെ കാണാം. ഇങ്ങനെ ഇലകളൊക്കെ ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമുണ്ടോ, അതോ വീഡിയോയ്ക്ക് ലെങ്ത് കൂട്ടാൻ വേണ്ടി ചെയ്യേണ്ടതാണെന്നൊക്കെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അല്ലേ. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, ഭക്ഷണം പാകം ചെയ്യുന്നത് ചെടികളിലെ ഇലകളിലാണ്. അതായത് ഇലകളിലെ ക്ലോറോപ്ലാസ്റ്റ് സൂര്യപ്രകാശത്തെ അബ്സോർബ് ചെയ്തിട്ട് ഇലകളിലൂടെ തന്നെ പ്രവേശിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡും വേര് വലിച്ചെടുക്കുന്ന വെള്ളവും എല്ലാം കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന അന്നജം ആണ് ചെടികളുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും റിപ്രൊഡക്ഷനും എല്ലാം വേണ്ടി ഉപയോഗിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷ്യോൽപാദനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇലകൾക്കുള്ളിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. ഇലകൾക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഇലയുടെ മുകൾ ഭാഗത്തും താഴെ ഭാഗത്തും കാണുന്ന ചെറിയ ചെറിയ ദ്വാരങ്ങളിലൂടെയാണ്. അത് സ്റ്റോമാറ്റ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പൊടിമൂടി കിടക്കുമ്പോൾ ഈ സ്റ്റോമാറ്റസ് അടഞ്ഞു പോകുന്നതിനും അതുപോലെ തന്നെ അതിൻ്റെ ക്ലോറോപ്ലാസ്റ്റുകൾക്ക് സൂര്യപ്രകാശത്തെ പിടിച്ചെടുക്കുന്നതിന് ഈ പൊടിപടലം ഒരു തടസ്സമായി വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് പ്രൊഡക്ഷനും അതിലൂടെ ചെടിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനുമൊക്കെ ഈ ക്ലീനിങ് അത്യാവശ്യമാണ് എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്രയും നീട്ടിപ്പറഞ്ഞത്. സോ ഇലകളുടെ തിളക്കത്തിനും ആരോഗ്യത്തിനും ഇത് കൂടിയേ തീരൂ. അപ്പം ഇവയുടെ ക്ലീനിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടു, ചെറിയ ഇൻഡോർ പ്ലാന്റ്സൊക്കെ നമുക്ക് തുടച്ചും അല്ലെങ്കിൽ കഴുകിയും ഒക്കെ വൃത്തിയാക്കാം. ഇത്തരം പ്ലാന്റുകൾ എന്ത് ചെയ്യും? അതിന് പ്രായോഗികമായി എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം ഞാൻ മന്ത്ലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. മാത്രമല്ല, ഇത്തരം അരേലിയ പ്ലാന്റിൻ്റെ ഉള്ളിലൊക്കെ വല, ചിലന്തി വല, ചെറിയ ചെറിയ കീടങ്ങൾ, പുഴുക്കൂടുകൾ ഇതൊക്കെ മിക്കപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഇത് നീക്കം ചെയ്യുക എന്നുള്ള ഒരു കാര്യം കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിത് ചെയ്യണത്. അതിനുപയോഗിക്കുന്നത് ഉണങ്ങിയ ഇല കത്തിച്ച ചാരം, അത് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കണേ. അതൊരു ദിവസം ഈവനിങ്ങോടുകൂടി നമ്മൾ ഈ ചെടിയുടെ മീതെ തൂവി വയ്ക്കും. അതിനുശേഷം പിറ്റേ ദിവസം നമ്മൾ വെള്ളം അടിച്ച് കഴുകുമ്പോൾ നേരത്തെ പറഞ്ഞ ചിലന്തി വല അതിലൊക്കെ ഇങ്ങനെ ഈ ചാരം വീണ്, അതുപോലെ പുഴുക്കൂടുകൾ, ഉണങ്ങിയ ഇല എല്ലാം താഴേക്ക് വീണ് നശിച്ചു പോകുന്നത് നമുക്ക് കാണാം, കണ്ണിൽ തന്നെ കാണാൻ പറ്റും. അതിനുശേഷം വരുന്ന കൂമ്പുകളും പൂമുട്ടുകളടക്കം, കാരണം ചാരത്തിലടങ്ങിയിരിക്കുന്നത് പൊട്ടാസ്യം ആണ്. NPKയുടെ ഒരു ഇൻഗ്രീഡിയൻറ്റ് പൊട്ടാസ്യമാണ് നമുക്കറിയാം. പൊട്ടാസ്യം ചെടികൾക്ക് കൊടുക്കുന്നത് പൂക്കാനും അതുപോലെ തന്നെ കായ്കനികൾക്കുമാണ്. അപ്പോൾ അതിനുള്ള ഒരു മെഡിസിൻ മാത്രമല്ല, ക്ലെൻസിങ് ഏജൻ്റായിട്ട് ഇത് പ്രവർത്തിക്കുന്നു. പഴയ കാലങ്ങളിൽ ചാരം ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു. പാത്രങ്ങൾ കഴുകുന്നത് ചാരത്തിൽ തേച്ച് മിനുക്കിയ പാത്രങ്ങൾ പഴയകാല സാഹിത്യത്തിലെങ്കിലും ഇന്ന് കാലത്ത് ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാവും. ചാരം ഉപയോഗിച്ചാണ് പാത്രങ്ങളും മറ്റും തേച്ച് വെടുപ്പാക്കിയിരുന്നു. തുണി അലക്കാൻ കൂടി ചാരം ഉപയോഗിച്ചിരുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മാത്രമല്ല, സോപ്പ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന കാസ്റ്റിംഗ് സോഡ അല്ലെങ്കിൽ ലൈ എന്നറിയപ്പെടുന്ന ആ വസ്തു ചാരത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നത്, അതായത് വുഡ് ആഷിൽ നിന്നാണ്, കരിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ആ സബ്സ്റ്റൻസാണ് ക്ലെൻസിങ് ഏജൻ്റായിട്ട് സോപ്പിൽ പ്രവർത്തിക്കുന്നത്. അപ്പം ഇത്രയും ഗുണങ്ങളുള്ള ചാരം, പ്ലാന്റിൽ ചാരത്തിൻ്റെ മറ്റൊരു ഉപയോഗം ട്രിമ്മിങ്ങിന് ശേഷം മുറിവുകളിൽ ചാരം തൂവി കൊടുക്കുന്നത് നല്ലതാണ്. അത് പഴയ കാലത്ത് തന്നെ ചെടികൾക്ക് മാത്രമല്ല, നമ്മുടെ വളർത്തുമൃഗങ്ങൾ, കന്നുകാലികൾ, വളർത്തു പക്ഷികൾ, ഇവയ്ക്കുണ്ടാകുന്ന ക്ഷതങ്ങൾ, മുറിവുകൾ, ഇവയ്ക്കൊക്കെ ചാരം പുരട്ടുന്നത് കണ്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ സാനിറ്റൈസേഴ്സും അതുപോലെ തന്നെ സോപ്സും ഒന്നും ഇത്ര അവൈലബിൾ അല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഈ വക പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് ചാരം കലക്കിയ വെള്ളം ഒക്കെ തന്നെയായിരുന്നു. ഇതൊക്കെയാണെങ്കിലും ഉപയോഗിക്കുന്ന ചാരം, ചെടികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ചാരം എപ്പോഴും ഉണക്കയില കത്തിച്ചുണ്ടാകുന്ന ചാരം മാത്രമായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്.
അടുപ്പിൽ നിന്ന് എടുക്കുന്ന അതായത് ചകിരി, മടൽ, വിറക് ഇതെല്ലാം കത്തിച്ചെടുക്കുന്ന ചാരത്തിൻ്റെ pH വാല്യൂ ഹൈ ആയിട്ടുള്ളത് കൊണ്ട് അതൊരിക്കലും ചെടികൾക്ക് യോജിച്ചതല്ല. അതിൻ്റെ pH വാല്യൂ കൂടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ചെടികളുടെ അബ്സോർപ്ഷൻ പവർ മറ്റ് മൂലകങ്ങൾ വലിച്ചെടുക്കാനുള്ള കഴിവിനെ നശിപ്പിക്കും, മണ്ണിനെ കേടുവരുത്തും എന്നാണ് സയൻറ്റിഫിക്കലി പറയുന്നത്. അടുത്തതായി നമ്മുടെ ഓൺലൈൻ ഷോപ്പിനെ കുറിച്ചിട്ട് 4 വർഷമായിട്ട് നമ്മൾ പ്ലാൻസ് കേരളത്തിനകത്തും പുറത്തുമായിട്ട് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ ആവശ്യക്കാരുള്ളതിനാൽ കേരളത്തിൽ തന്നെ മറ്റ് സെല്ലേഴ്സുമായി ചേർന്നിട്ട് നമ്മളുണ്ടാക്കിയ ഗ്രൂപ്പിൽ ഡെയിലി ഒരു 20 പ്ലാൻസിൻ്റെയെങ്കിലും സെയിൽ പോസ്റ്റ് വരുന്നതായിരിക്കും. പിക്ക് ആൻഡ് പ്രൈസ് അടക്കം വരുന്ന ആ സെയിൽ പോസ്റ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവ തിരഞ്ഞെടുത്ത് വാങ്ങാവുന്നതാണ്. ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ടും നിങ്ങൾക്ക് ചെടികൾ വാങ്ങാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.